എടി മോട്ടറിലെടുത്ത് വെള്ളം വരുന്നില്ലല്ലോ ഇതിനകത്ത്. മക്കളെ എന്താണ് മക്കള്? ഞാൻ ഇവിടെ വെളുത്തുള്ളി തൊലിക്കണം. നല്ലതായിട്ട് വെള്ളം ഉണ്ടല്ലോ. വെള്ളം കുറവാണല്ലോ. ഇത് ഏനില് തൊലിച്ചിടണം. ഒരു പാത്രം എടുത്തോട്. പാത്രം ഞാൻ കഴുകട്ടെ. പാത്രം കഴുകിട്ട് അതിന്റെ പേരെടുക്കാം. ഇത് മൊത്തം നമ്മള് അണ്ടറിലാണെന്ന് പോകുന്നത്. ഒരു വേറെ പാത്രം എടുത്ത് കുക്കർ തൂക്കം തുടങ്ങി. ഓ അടുത്താള് വരുന്നു. നീ അവിടെ പഴുങ്ങി കുടിച്ചിട്ട് അവിടെ കിടന്ന് ഉറങ്ങിക്കൂടി. പാടായി പോയിന്നറിയാം. കപ്പ പറിക്കാൻ മുണ്ടിലൊക്കെ ആക്കുവാണ്. വെള്ളം മുണ്ട് കൊടുത്തിട്ട് ചെയ്യണേ. ചോരക്കറേ പോവില്ല മോനെ. എണ്ണ വെച്ചിട്ട് സവാള വാട്ടിനെ അങ്ങോട്ട് ഒന്നും അരിഞ്ഞിട്ടില്ല പിടിച്ചിട്ടില്ല. നിങ്ങൾ എന്തുണ്ടാക്കാൻ ഇപ്പൊ ഇവിടെ ഒന്നല്ലേ ഉള്ളൂ. ഞാൻ പറമ്പിൽ പോയി പുറത്തുനിന്ന് അഭിപ്രായം എടുക്കുന്നില്ല. ഞാൻ പുറത്തുനിന്ന് അഭിപ്രായം എടുക്കുന്നില്ല കേട്ടോ. മതി ആയിക്കോട്ടെ. തക്കാളി ഇടണോ ഇടണ്ടയോ? തക്കാളി ഇട്. ക്ലൈമാക്സ് കണ്ട. ഇനിയാണ് ഐശ്വര്യം. അതുകൊണ്ടല്ല, ഇതിന്റെ ഫുൾ ഉത്തരവാദിത്തം എനിക്കുള്ളതാണ്. ഇനി ഒരു 10 മിനിറ്റ് ഇതെല്ലാം വൃത്തിയാക്കി. നീ ഇങ്ങോട്ട് നീങ്ങ. സാധനം ഉണ്ടാ ഇവിടെ കഴിക്കാറായി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫുഡ് ഒന്ന് വിലപ്പിച്ച് കഴിക്കാം അല്ലേ? ശരി ഞാൻ വരുന്നത്. ഞാൻ ഫാസിലിന്റെ വീട് വരെ ഒന്ന് പോകണം. അവിടെ അവന്റെ എന്തോ ദേശത്തിൽ അവനെന്തോ ചില സംശയങ്ങൾ. അപ്പൊ അവന് 2 വാക്ക് പറഞ്ഞിട്ട് വരാം. 2 എണ്ണം പറഞ്ഞിട്ട് വരാൻ കഴിച്ചിട്ട് പോവാം. കഴിക്കുന്നതിന് മുമ്പ് പറഞ്ഞിട്ട് വന്നാലും ശരിയാവും. അതാണ് 2 പറയാൻ മതിയേ. 3ാമത് പറയാൻ നിൽക്കരുത്. ഏട്ടൻ വന്നിട്ടേ ഞാൻ കഴിക്കുള്ളേ. ഏട്ടൻ വന്നിട്ടേ ഞാൻ കഴിക്കുള്ളൂ. അതൊക്കെ ശീലങ്ങളാന്നറിയോ? ഇപ്പൊ ഒരു ഞായറാഴ്ച കിട്ടിക്കഴിഞ്ഞാ എടി ഒരു ഞായറാഴ്ച അല്ലേടി അവൻ എങ്ങനെയൊക്കെ നടക്കാൻ പറ്റുള്ളൂ. അല്ലാത്ത ദിവസം ഈ പോസ്റ്റിലും കയറി നടക്കുക ചെറുക്കൻ. ഇപ്പഴൊന്നും വരത്തില്ല നാത്തൂനെ. കഴിഞ്ഞ ദിവസം ഇതുപോലെ പോയിട്ട് അവൻ പോയത്. കഴിഞ്ഞ ദിവസം ഇതുപോലെ പോയിട്ടേ 4 മണിക്കാ വന്നത്. 4 മണിക്ക് വന്നാ മതി. നീ അവന് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയണ ഭാര്യമാരാണ് ഓരോ പ്രശ്നങ്ങൾ ചെന്ന് ചാടുന്ന അവസാനം. ഒരു സ്വാതന്ത്ര്യം കൊടുക്കൂല്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യണത്?